ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 2ാമത്തെ യൂണിറ്റാണ്, യൂണിറ്റ് 2 ഫുഡ് ആൻഡ് ഹ്യൂമൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഡയറി എൻട്രി ആണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. October 16 ടുഡേ there was a food fest in our school in connection with World Food Day. How interesting it was. All of us brought different dishes as our teacher had instructed. അപ്പോൾ എന്താണ് ഇന്ന് എൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുമായി സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞ ഡിഷസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഐ വിസിറ്റഡ് എവറി സ്റ്റാൾ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാ സ്റ്റാളും വിസിറ്റ് ചെയ്തു. What a variety of dishes made from tapioca, jackfruit, millets, tubers and fruits were there. അപ്പോൾ എന്താണ് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ടാപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡ് അവിടെ ഉണ്ട്. മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ലഡു, ഹൽവ, പായസം, കേക്ക്സ്, സ്വീറ്റ് ആൻഡ് പിക്കിൾസ് were also there. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ എന്തൊക്കെയുണ്ട്? ലഡു ഉണ്ട്, ഹൽവ ഉണ്ട്, പായസം ഉണ്ട്, കേക്ക്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, പിക്കിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ ഫുഡ് സ്റ്റാളിൽ ഉണ്ട്. Oh, seeing all those, my mouth was watered. Then our class teacher also joined us. Teacher brought us sweets and payasam. How tasty it was. These flavors still stay on my tongue. അപ്പോൾ ടീച്ചർ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തു. ദെൻ ടീച്ചർ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ ഫുഡ് ഫെസ്റ്റിൻ്റെ അന്നത്തെ ഡയറി എൻട്രി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Have you read the diary entry of a student named CB? What are the food items mentioned in the diary entry? അപ്പോൾ എന്താ, CB എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറി എൻട്രി ആണ്. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ്? ലഡു, ഹൽവ, പായസം, കേക്ക്സ്, സ്വീറ്റ്സ്, പിക്കിൾസ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത്, ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് had prepare a list of them. അപ്പോൾ എന്താണ് കൂട്ടുകാർ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ. ഓക്കെ, the food we eat has a very long history. Don't you wish to know that history? അപ്പോൾ എന്താ, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡിന് എന്താണ് ഒരു വലിയൊരു ഹിസ്റ്ററി തന്നെ ഉണ്ട്, ഒരു വലിയൊരു ചരിത്രം, അതിൻ്റെ പിന്നിൽ വലിയൊരു കഥ തന്നെ ഉണ്ട്. ഓക്കെ, obtaining food. You know that food is one of the essential element for human survival. അപ്പോൾ ഹ്യൂമൻ സർവൈവലിന്, അതായത് മനുഷ്യരുടെ നിലനിൽപ്പിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത്? ഫുഡ് എന്ന് പറയുന്നത്. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ലിവിങ് തിങ്സിനും, എല്ലാ ജീവികൾക്കും ഭക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ദെയർ ഫുഡ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് മെയിൻലി ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. അപ്പോൾ പണ്ട് കാലത്തെ മനുഷ്യന്മാരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ലീവ്സും അതുപോലെ ഫ്രൂട്ട്സും ട്യൂബേഴ്സും ഗ്രെയിൻസും ഒക്കെ ആയിരുന്നു. അതൊക്കെയായിരുന്നു പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നത്. ബിസൈഡ്സ് സം ക്രിയേച്ചേഴ്സ് കിൽഡ് അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്. അപ്പോൾ ചിലവരെന്താ ചെയ്യുക? ചില ജീവികളെ കൊന്നിട്ട് അവയെ ഭക്ഷണമായിട്ട് കഴിക്കും. ഓക്കെ, ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻ were also like that. അപ്പോൾ എന്താണ്, മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, മറ്റുള്ള ജീവികളെ കൊന്നിട്ട് അവയെ ഭക്ഷണമാക്കും. അങ്ങനെയായിരുന്നു മനുഷ്യരും. ഓക്കെ, ഇതിന് അടുത്ത പേജ് എന്താ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ. അപ്പോൾ എന്താ, താഴെ ആദിമ മനുഷ്യരുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ്, ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും അവയെ കൊല്ലുന്നതൊക്കെയാണ്. The pictures given above indicate the different methods of obtaining food by early humans. What details do you understand from these pictures about the obtaining of food of early humans? അപ്പോൾ എന്താണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്? ഈ പിക്ചറിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഏർലി ഹ്യൂമൻസ് ഫുഡ് കളക്ട് ചെയ്തിരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? What details do you understand from these pictures
അബൌട്ട് ദ ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ്. അപ്പോൾ എങ്ങനെയാണ് പണ്ടത്തെ മനുഷ്യന്മാർ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തത്? ദേ ഗ്യാതേർഡ് ഫുഡ്. അപ്പോൾ ദേ ഗ്യാതേർഡ് ഫുഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? 100 ആനിമൽസ് ഫോർ ഫുഡ്. അപ്പോൾ ഫുഡിന് വേണ്ടി ആനിമൽസിനെ ഹണ്ട് ചെയ്യും. എൻഗേജ്ഡ് ഇൻ ഫിഷിങ്ങിൽ എൻഗേജ് ചെയ്തിരുന്നു. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് വർ യൂസ്ഡ് ആസ് വെപ്പൻസ്. അപ്പോൾ വെപ്പൻസ് ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്? സ്റ്റോൺസ്, സ്റ്റിക്സ് ഒക്കെ ആയിരുന്നു. ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ടായിരുന്നു ഹോണ്ട് ചെയ്തിരുന്നത്. ദേ ഷെയർഡ് ദ ഫുഡ് ദേ ഗാതേർഡ്. അപ്പോൾ ഇവർ ഗ്യാദർ ചെയ്ത ഫുഡ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടായിരുന്നു ഇവർ കഴിച്ചിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻ ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. അപ്പോൾ ഇവർ ഹണ്ടിങ്ങും ഗാദറിങ്ങും ഒക്കെ ചെയ്തിട്ട് എന്ത് തരം ഫുഡ് ഐറ്റംസ് ആയിരുന്നു ശേഖരിച്ചിരുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അതുപോലെ തന്നെ എന്തൊക്കെ എഴുതാൻ നമുക്ക് പറ്റും? ഫിഷസ് എഴുതാൻ പറ്റും, എഡിബിൾ ലീവ്സ്, ദെൻ ആനിമൽ ഫ്ലഷ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവർ ഹോണ്ട് ചെയ്ത് കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഫയർ ആൻഡ് ഫുഡ്. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് cook and food items they had obtained through hunting and other means? അപ്പോൾ എന്താ പണ്ടത്തെ ആൾക്കാർ കുക്ക് ചെയ്തിരുന്ന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. In earlier times, they ate food raw as they did not know the use of fire. അപ്പോൾ ആദ്യത്തെ കാലത്ത് എന്താണ് ഈ തീയുടെ ഉപയോഗം ഇവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുക? ഈ ഭക്ഷണങ്ങളൊക്കെ റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് തന്നെയായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ബട്ട് വെൻ ദേ ലേൺ ടു യൂസ് ദ ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. പക്ഷേ പിന്നെ അവർക്ക് എന്താണ് ഈ തീയുടെ ഉപയോഗം അറിഞ്ഞപ്പോൾ അവർ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അപ്പോൾ ഹ്യൂമൻ ഫുഡ് പാറ്റേണിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഇവർ ഈ ഫയർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഫയർ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ്. ഈ ഹ്യൂമൻ പാറ്റേണിൽ തന്നെ അതൊരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. The first cooked food they ate was probably the meat of dead animals in the wildfire. ആണ് പറയുന്നത് ഈ കാട്ടു തീയിലൊക്കെ പെട്ട ആനിമൽസ് ഉണ്ടാവില്ല, അവരുടെ മാംസമായിരിക്കും ഇവർ ഫസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കാട്ടുതീയൊക്കെ വരുമ്പോൾ അവിടെ കുറേ ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ കാട്ടുതീയിൽ പെട്ടിട്ട് അവരുടെ ആ വെന്ത മാംസമായിരിക്കും ഈ മനുഷ്യന്മാർ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടാവുക എന്നാണ് ഒരു ഗസ്. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗിൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. അപ്പോൾ എന്താണ് ഈ തീ, അതായത് ഫയർ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം, എങ്ങനെ അത് കെടുത്താം എന്നൊക്കെ അവർ മനസ്സിലാക്കിയപ്പോൾ എന്താണ് അവർ ഈ മീറ്റും ഫിഷും ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഗ്രാജുവലി ദേ ബിഗിൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. പിന്നെ അവർ പിന്നെ അവർ ഈ റൂട്ട്സും ട്യൂബേഴ്സും ഒക്കെ ഇങ്ങനെ വേവിച്ചിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടായത്? ഈ മനുഷ്യന്മാർ കുക്കിങ്ങും ഈറ്റിങ്ങും ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗാദർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. അപ്പോൾ എന്താണ് ഈ മനുഷ്യന്മാർ അവർക്ക് ഒരു ദിവസം വേണ്ട ഭക്ഷണം മാത്രമേ അവർ ഹണ്ട് ചെയ്തിരുന്നുള്ളൂ. ലേറ്റർ ദേ വർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. പിന്നെ എന്താണ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? അവർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. What were the possible conditions that forced early humans find other ways to obtain food? അപ്പോൾ എന്താണ് ഇവർ വേറെ പല മാർഗങ്ങളും ഒബ്റ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? സ്കാസിറ്റി ഓഫ് ഫുഡ്. അപ്പോൾ ഫുഡിൻ്റെ സ്കാസിറ്റി മൂലം, മാത്രമല്ല റൈസ് ഇൻ പോപ്പുലേഷൻ കൂടിയ കാരണം, ദെൻ എൻവയോൺമെൻറ്റൽ ചേഞ്ച് കാരണം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാൻ പറ്റും? ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി.
ഫെസിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ചസ്, വൈൽഡ് ഫയർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അവർ വേറെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്തൊക്കെയാണ്? സ്കാസിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ്, ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, വൈൽഡ് ഫയർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, ഇനി ഫുഡ് പ്രൊഡക്ഷൻ നോക്കി നോക്കാം. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ്, ഗോട്ട് ഫോർ ഫുഡ്. അപ്പോൾ എന്താണ്, ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, മനുഷ്യന്മാർ മൃഗങ്ങളെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ വളർത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം അവർ എന്തിനൊക്കെയാണ് വളർത്താനായിട്ട് തുടങ്ങിയത്? ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി അവരവരുടെ വീട്ടിൽ തന്നെ ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെ വളർത്താനായിട്ട് തുടങ്ങി. Early humans might have started thinking about agriculture when they noticed seedlings sprouted from discarded food items. അപ്പോൾ ഇവർ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന ഭക്ഷണങ്ങളില്ലേ, അവയിൽ നിന്ന് പുതിയ തൈകൾ ഇങ്ങനെ മുളച്ചു വന്നു. അപ്പോൾ അതവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഇവർ കൃഷി എന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അവരിങ്ങനെ ഫുഡ് കഴിക്കും, അപ്പോൾ ആ ഫുഡ് വലിച്ചെറിയുമ്പോൾ ആ വിത്തിൽ നിന്ന് പുതിയ ഒരു ചെടി ഉണ്ടാവുന്നത് ഇവർ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് അവർ പുതിയ ഒരു സമ്പ്രദായമായ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, if the seeds were left on the rock, they would dry out. If put in water, they would get rotten. അപ്പോൾ പാറപ്പുറത്ത് ഇട്ടാൽ, അതായത് പാറപ്പുറത്തൊരു വിത്തിട്ടാൽ അത് എന്ത് ചെയ്യും? അത് ഉണങ്ങിപ്പോവും. നേരെ മറിച്ച് വെള്ളത്തിലിട്ടാൽ അത് വെള്ളം കൂടിയിട്ട് ചീഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ പാറപ്പുറത്ത് ആ ചൂടിലിട്ടാൽ അത് ഡ്രൈ ഔട്ട് ചെയ്യും. ദെൻ വാട്ടറിലിട്ടാൽ അത് എന്ത് ചെയ്യും? അത് ചീഞ്ഞു പോവും. ഓക്കെ. However, humans learned that seeds germinate in moist and warm soil. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ചെടികളൊക്കെ വളരുക എവിടെയാണ്? മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. അതായത് എങ്ങനത്തെ സോയിലാണ്? ഈർപ്പവും ചൂടുമുള്ള ഒരു മണ്ണിൽ. ഈർപ്പവും അതായത് ചെറിയൊരു നനവും ചൂടുമുള്ള മണ്ണിലാണ് ഈ വിത്തുകളൊക്കെ വളരുക എന്നത് അവർക്ക് മനസ്സിലായി. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് സ്റ്റാർട്ടഡ്. അങ്ങനെ അവർ ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. Then the edible plants, roots and saplings were selected, plants and cultivated. In the early days, wheat, barley, little millet and tubers were cultivated. അങ്ങനെ അവർ വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ് അതൊക്കെ ആദ്യം കൾട്ടിവേറ്റ് ചെയ്തു. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വെർ അവൈലബിൾ. അപ്പോൾ ഇവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് എവിടെയാണ്? ഈ റിവർ ബാങ്ക്സിൽ, റിവറിൻ്റെ ഒക്കെ അറ്റത്തൊക്കെ ആയിട്ട്. എന്തുകൊണ്ടാണ്? അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും, മാത്രമല്ല റിവർ ബാങ്ക്സിൻ്റെ സോയിലൊക്കെ നല്ല ഫെർട്ടൈൽ സോയിലുമായിരിക്കും. അതുകൊണ്ട് അവർ ആദ്യം റിവർ ബാങ്ക്സിൻ്റെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. Okay, following this, people who wandered in search of food began to settle near the farms. ഇങ്ങനെ റിവർ ബാങ്ക്സിൻ്റെ അവിടെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി നടന്നിരുന്ന മനുഷ്യന്മാരൊക്കെ കൃഷിയിടങ്ങൾക്ക് സമീപമായിട്ട് വീടൊക്കെ വെച്ചിട്ട് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചർ സൈറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ സൈറ്റിൻ്റെ അവിടെ സെറ്റിൽ ചെയ്തപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അതുമൂലം അവർക്ക് ഉണ്ടായത്? എന്തൊക്കെയാണ്? ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചർ സൈറ്റ്സ്. അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ അഗ്രികൾച്ചർ സൈറ്റ് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ദ വാസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അപ്പോൾ ഫുഡ് അന്വേഷിച്ചിട്ട് എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്തപ്പോൾ ഫുഡിൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ അലഞ്ഞു
തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടി. എന്നൊരു പോയിന്റ് എഴുതി ചേർക്കണം. നമുക്ക് എന്ത് എഴുതി ചേർക്കാൻ പറ്റും? സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്. ഒരു സോഷ്യൽ ലൈഫ് അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. Storage of food items. Early humans gathered their food only for their day-to-day life. എന്താണ്, അവരുടെ ഒരു ദിവസത്തിന് ആവശ്യമായ ഭക്ഷണമായിരുന്നു ഈ ഏർലി ഹ്യൂമൻസ് ഗ്യാദർ ചെയ്തിരുന്നത്, കളക്ട് ചെയ്തിരുന്നത്. ബട്ട് വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻസ് ഗോട്ട് മോർ ഫുഡ് ദാൻ ദേ നീഡഡ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ഒരു ദിവസത്തിനേക്കാൾ ഫുഡ് ഐറ്റംസ് ഈ കൃഷിയിലൂടെ കിട്ടാനായിട്ട് തുടങ്ങി. ഓക്കെ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് were needed to store what was left over after the day requirement. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ദിവസത്തെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു റിക്വയർമെൻറ്റ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് ആവശ്യമായിരുന്നു. വാട്ട് വുഡ് ദേ ഹാവ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഇവർ ഈ എക്സസ് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എന്താണ്, ഇവർക്ക് ബാക്കി വന്നിട്ടുള്ള ഒരു ദിവസത്തിൽ അവർ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫുഡ് ഇവർ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഒന്നെന്താണ്, പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, മൺപാത്രങ്ങളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ദെൻ ബാഗ്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിൻ. അപ്പോൾ എന്താണ്, മൃഗത്തിൻ്റെ തൊലി കൊണ്ട് നിർമ്മിച്ച ബാഗുകളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. അപ്പോൾ എന്താണ്, ബാംബൂവിൻ്റെ റീഡ് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് ബാംബൂവിൻ്റെ ഇങ്ങനെ തണ്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബാസ്ക്കറ്റിൽ വെച്ചിട്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വുഡൻ വെസൽസിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് പിറ്റ്, ഒരു കുഴി എടുത്തിട്ട് അതിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. ആനിമൽ ഷെല്ല്, ക്ലേ പോട്ട്, അങ്ങനത്തെ ഐറ്റംസിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, As we know, mud bricks dissolves in water. അപ്പോൾ എന്താണ്, ഈ മഡ് ബ്രിക്സ്, അതായത് മൺകട്ട എന്ന് പറയുന്ന സാധനം വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അലിഞ്ഞു പോകും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബട്ട് ഹ്യൂമൻസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് സോയിൽ ഈസ് നീഡഡ്, മോൾഡഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ടു പോട്ട്സ്, വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് ബോയിൽഡ് ഇൻ ദം. പക്ഷേ എന്താണ്, ഇവർക്ക് ഹ്യൂമൻസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. സോയിൽ അതിലിട്ടിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോൾഡും ബേക്കൊക്കെ ചെയ്തിട്ട് പോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ബോയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർക്ക് മനസ്സിലായത്. അതായത് വെള്ളത്തിലിട്ടാലും മണ്ണിൻ്റെ കട്ട അലിഞ്ഞു പോകും, പക്ഷേ ആ കട്ട വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ പോട്ടൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് ബോയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലായി. Okay, in earlier days pottery was made by kneading clay with hand. അപ്പോൾ എന്താണ്, ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എന്താണ്, ഹാൻഡ് വെച്ചിട്ട് കുഴച്ചിട്ടായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആസ് അഗ്രികൾച്ചർ ബിക്കം വൈഡ് സ്പ്രെഡ്, earthenware of various types and sizes were needed to store grains. അപ്പോൾ എന്താണ്, ഈ അഗ്രികൾച്ചർ ഇങ്ങനെ കൂടിയപ്പോൾ, അതായത് വളരെയധികം അഗ്രികൾച്ചർ വിസ്തരിച്ചു, അപ്പോൾ കൂടി. അപ്പോൾ എന്തുണ്ടായി, അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള പാത്രങ്ങളുടെ സൈസും ഷേപ്പും ഒക്കെ എന്താണ്, വ്യത്യസ്തമാക്കേണ്ടി വരും. ഓക്കെ, ദ വർ ഓൾസോ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. അപ്പോൾ എന്താണ്, ഫുഡ് കുക്ക് ചെയ്യാനും ഇവരിങ്ങനെ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദ ഡിസ്കവറി ഓഫ് ദ വീൽ ടു മേക്ക് പോട്ടറി വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അപ്പോൾ എന്താണ്, അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ത്, വീല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൺപാത്രങ്ങൾ, പോട്ടറീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ഈ മനുഷ്യന്മാരുടെ, അതായത് ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, ഇങ്ങനെ വീല് വെച്ചിട്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നത്. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് പോട്ടറി. അപ്പോൾ ഇങ്ങനെ വീല് വെച്ചിട്ട് പോട്ടറീസ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, പോട്ടറീസ് ആകെ സ്പ്രെഡായി. ദർ ഈസ് എവിഡൻസ് ഓഫ് ഗ്രാനറീസ് constructed in early times to store food grains. അപ്പോൾ എന്താണ്, ഈ ദർ ഈസ് എവിഡൻസ് ഓഫ് ഗ്രാനറീസ് കൺസ്ട്രക്റ്റഡ് ഇൻ. അപ്പോൾ പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാനറീസ്, അതായത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു എന്നതിന് ഒരുപാട് തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി അടുത്തത് എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഏർലി ഹ്യൂമൻ സിംപ്ലി സ്റ്റോർ എക്സസ് ഫുഡ് ഐറ്റംസ് ഫോർ ലേറ്റർ യൂസ് ഓൺലി. അപ്പം എന്താണ്, ആദിമ മനുഷ്യന്മാർ ആവശ്യത്തിലധികം ഭക്ഷണം വന്നാൽ അത് സ്റ്റോർ ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. നോക്കി നോക്കാം. ദ എക്സസ് ഫുഡ് വാസ് നോട്ട് ഓൺലി സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് ബട്ട് ഓൾസോ എക്സ്ചേഞ്ച് വിത്ത് ദോസ് ഇൻ നീഡ്. അപ്പോൾ എന്താണ്, സ്റ്റോർ ചെയ്യുക മാത്രമല്ല ആവശ്യക്കാർക്ക് അത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഹൗ കുഡ് സച്ച് എക്സ്ചേഞ്ചസ് ഹാവ് ടേക്ക് പ്ലേസ്? അപ്പോൾ എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ എക്സ്ചേഞ്ചസ് ഒക്കെ നടന്നിരുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് വാട്ട് ദേ നീഡഡ് ഈച്ച് വൺ എക്സ്ചേഞ്ചഡ് ദ ഗുഡ്സ് ദേ ഹാഡ് സ്റ്റോർഡ് വിത്ത് അതേഴ്സ്. എന്താണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് എന്ത് ചെയ്യും, അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഒരാളുടെ കയ്യിൽ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ട്, എന്നാൽ അത് മറ്റാൾക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. മറ്റാളുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുത്തിട്ട് അത് മേടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചിങ് ആയിരുന്നു ഫുഡ് ഐറ്റംസിൻ്റെ കേസിൽ ഉണ്ടായിരുന്നത്. എക്സ്റ്റൻഡഡ് റീഡിങ്സ് ഒക്കെ കൂട്ടുകാർ വായിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, അതായത് കൈമാറ്റ സമ്പ്രദായം. എങ്ങനെയായിരുന്നു ഈ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സിസ്റ്റം ഓഫ് കോയിനേജ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ എന്തായിരുന്നു, ഈ കോയിൻസ് ഒക്കെ വരുന്നതിനേക്കാൾ മുന്നേ എങ്ങനെയായിരുന്നു എക്സ്ചേഞ്ചിങ് ഗുഡ്സ്? ഈ ഗുഡ്സ് ഇങ്ങനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഈ കോയിൻ വരുന്നതിൻ്റെ മുന്നേ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഈ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബാർട്ടർ സിസ്റ്റം. എന്താണ്? ബാർട്ടർ സിസ്റ്റം. Such exchanges brought out many changes in society. അപ്പോൾ ഇത്തരം എക്സ്ചേഞ്ച് എന്താണ്, സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് ലെഡ് ടു ട്രേഡ് ആൻഡ് ഇവഞ്ച്വലി മാർക്കറ്റ്സ് were formed. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഗുഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അതെന്താണ്, അതൊരു ട്രേഡിലേക്ക് തന്നെ എത്തി. ഓക്കെ, പിന്നെ അതെന്തായി, അത് പിന്നെ എന്തായി, ഒരു മാർക്കറ്റ്സ് ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ട് എന്തായി, ഒരു മാർക്കറ്റ് തന്നെ ഫോം ചെയ്തു. മാർക്കറ്റ്സ് വെർ ഡെവലപ്ഡ് ഇൻ ടു ട്രേഡിംഗ് സെൻറ്റേഴ്സ്. മാർക്കറ്റ് പിന്നെ എന്തായി, ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്തു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഗുഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് എന്തിനുണ്ടാക്കി, അതൊരു ട്രേഡിനുണ്ടാക്കി. ഈ ട്രേഡ് ചെയ്തപ്പോൾ എന്താണ്, മാർക്കറ്റ്സ് ഫോം ചെയ്തു. ഈ മാർക്കറ്റ്സ് ഫോം ചെയ്തപ്പോൾ എന്തുണ്ടായത്, ഒരു ട്രേഡിംഗ് സെൻറ്റർ തന്നെ ഉണ്ടായി. പീപ്പിൾ വെൻറ്റ് ടു ട്രേഡിംഗ് സെൻറ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് ദെൻ ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ എന്താണ്, ഈ ജനങ്ങളൊക്കെ ഈ ട്രേഡിംഗ് സെൻറ്റേഴ്സിലേക്ക് പോയിട്ട് എന്താണ്, അവിടെ ആവശ്യമുള്ളത് വേണ്ടാത്തത് വിൽക്കും, ആവശ്യമുള്ളത് മേടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതെന്തായി, അത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ എന്തായി, സെൻറ്റേഴ്സായി, ഈ അർബൻ സെൻറ്റേഴ്സായി. ഓക്കെ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ അർബൻ സെൻറ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്തു എന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അവർ തന്നിട്ടുണ്ട്, എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി ചേർക്കണം. ബാക്കി എന്ത് എഴുതാം, ട്രേഡ്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്തുണ്ടാക്കി, ട്രേഡ് ഉണ്ടാക്കി. ദെൻ ട്രേഡ് മാർക്കറ്റ്സ് ഉണ്ടാക്കി. ദെൻ മാർക്കറ്റ്സ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കി. ദെൻ അർബൻ സെൻറ്റേഴ്സ് ആക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ പാർട്ട് 2 എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.